അങ്ങനെയുള്ള സകല സാധനം ഉണ്ടാവും. വേറെ സാധനം ഉണ്ടാവും. ആണോ? വരാലിനെ കാണുന്നില്ല. നമസ്കാരം. അപ്പൊ ഈ ഇൻട്രോ കുറച്ച് നീണ്ടുപോയി. ഈ ഇൻട്രോ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അത് നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളൊരു ഇൻട്രോ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അതിനുവേണ്ടിയാണ് ഈ ഇൻട്രോ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ നമ്മുടെ പേഴ്സണൽ ബ്ലോഗുകളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാമെന്ന് ഉദ്ദേശിച്ച ഒരു ചാനലായിരുന്നു ഇത്. പക്ഷേ ഇതിൽ 2 വീഡിയോ നമ്മൾ ആകെ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ അലാഡിനെ കുറിച്ചുള്ള 2 വീഡിയോ. അത് കഴിഞ്ഞ് പിന്നെ ഇട്ടിട്ടില്ല. സത്യാവസ്ഥ വേറെ ഒന്നല്ല, നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ ക്യാമറമാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അന്ന്. തുടക്കത്തിലല്ല, ഇപ്പോഴാണെങ്കിലും നമ്മുടെ ടിജോയാണ് നമ്മുടെ ഫ്രണ്ട്. അവൻ ക്യാമറമാനായിട്ട് നമ്മുടെ കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ക്യാമറ അങ്ങനെ, അതായത് നമ്മൾ കൂലിക്ക് നിർത്തിയ ഒരാളൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ടാണ്, അങ്ങനെ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ നമ്മുടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അറിയാലോ, നമ്മുടെ ലീ സ്റ്റോക്സിൽ ഒരുപാട് ചലഞ്ചിങ് കണ്ടന്റാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഡോഗ് ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചിങ് കണ്ടന്റ് മാത്രമാണ് ചെയ്യുന്നത്. വേറെ ഒരു പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അറിയാറോ, ഞാൻ ഒരു ബേസിക്കലി വയനാട്ടുകാരനാണ്. ഈ വയനാട്ടിൽ നിന്നാണ് നമ്മൾ ഫുള്ള് ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ ചലഞ്ചിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തൃശ്ശൂർ മുതൽ താഴേക്കാണ്. അതായത് വയനാട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, ആലപ്പുഴ, അങ്ങനെയുള്ള തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, ആ ഭാഗത്തു നിന്നാണ് നമുക്ക്, കോട്ടയൊക്കെയാണ് നമുക്ക് കൂടുതലും നമ്മുടെ ചലഞ്ച് വരുന്നത്. അപ്പോൾ ഇതൊരു യാത്രയാണല്ലോ നമ്മൾ വയനാട്ടിൽ നിന്ന്. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ നമ്മൾ യാത്ര ചെയ്ത് വരുവാണ്. രാവിലെ ഞാൻ അവിടുന്ന് വെളുപ്പിനെ ഇന്നലെ രാത്രി 1 മണിക്ക് വിട്ടതാണ്. ആലപ്പുഴയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അത് ഞാൻ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ലോങ് യാത്ര ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളും പിന്നെ ഈ ചലഞ്ചിന് മുന്നേ നടക്കുന്ന കുറേ രസകരമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായിരിക്കും ഈ ചാനലിൽ വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ പ്രേക്ഷകർ, ലീ സ്റ്റോക്സിൻ്റെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇന്നവരെ പറഞ്ഞിട്ടില്ല, ലീ സ്റ്റോക്സിലും പറയാറൊന്നുമില്ല. ആവശ്യമുള്ളവർ കാണട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. നമ്മുടെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കടിച്ചൊരു ഡോഗ് ഉണ്ടായിരുന്നു, ഒരു നാടൻ ഡോഗ് ആലപ്പുഴയിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ലീ സ്റ്റോക്സ് പ്രേക്ഷകർക്ക് അറിയാം. ആ ഡോഗിനെ നമ്മളൊരു ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിലും വന്ന് ഇറക്കാം എന്നൊരു ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്തതാണ്. ഇൻസ്റ്റാഗ്രാം ലീ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നമ്മൾ ആ ഓപ്പൺ ചലഞ്ച് കൊടുത്തത്. കഴിഞ്ഞ ആഴ്ചയാണ് ഡേറ്റ്. അന്ന് ആരും വന്നില്ല. ഒരാൾ വിളിച്ചായിരുന്നു, 2 ആൾ വിളിച്ചായിരുന്നു. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞ ഒരു ട്രെയിനറെയാണ്. ട്രെയിനറുടെ പേര് സച്ചിൻ എന്ന് പറഞ്ഞ ആളാണ്. ഡോഗ് ട്രെയിനറാണ്, അത്യാവശ്യം ഫേമസ് ആണ്. നമ്മുടെ പുള്ളിക്ക് ലിയാനോ ഡോഗിൽ എന്ന് പറഞ്ഞ ഒരു പേജൊക്കെ ഉള്ള ആളാണ്. പുള്ളിക്ക് ഇന്നാ ഡേറ്റ് വന്നത്. ഇന്നത്തേക്ക് ആക്കുമെന്ന് ചോദിച്ചു. നമ്മൾ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ June 26 നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് പുള്ളിയാണ് ഇന്ന് ഡോഗിനെ ഇറക്കാൻ വരുന്നത്. നമ്മളെ കടിച്ച ഡോഗാണ് കേട്ടോ. നമ്മുടെ കൈ രണ്ടും കടിച്ച് കുറച്ച് ഡോഗാണ്. പുള്ളി ഒരു ട്രെയിനറാണല്ലോ. ഓൾറെഡി നമുക്കറിയാം, നമുക്ക് മനസ്സിൽ തന്നെ അറിയാം പുള്ളി ഇറക്കും. കാരണം ട്രെയിനർമാർക്കാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ എവിടെയും പറയാറില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 100 ഒരാൾക്കൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ 100 ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇപ്പോൾ പുള്ളി ട്രെയിനർ ആയതുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ 11 മണി 12 മണിയായപ്പോൾ ഒരു 11 മണിക്കുള്ളിലാണ് നമ്മൾ വീഡിയോ പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ ടൈം പറഞ്ഞേക്കുന്നത്. പക്ഷെ മഴ ആയതുകൊണ്ട് സീനാണ്. ഞാൻ ഇന്നലെ രാത്രി വിട്ടാണ്. ഇപ്പോൾ എത്താനാവുന്നുള്ളൂ. ഞാൻ ചേർത്തല എത്തിയിട്ടുള്ളൂ. കുറച്ച് ക്ഷീണമൊക്കെ മുഖത്ത് വരും കേട്ടോ, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതല്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. ടിജോ കൊല്ലംകാരാണ് നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞില്ലേ. ടിജോ കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ടിജോനെ നമ്മളോട് പോയി പിക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ പരിപാടി. പക്ഷേ വീഡിയോ നമ്മുടെ ലീ സ്റ്റോക്സിലാണ് ഉണ്ടാകുക. ഈ ചലഞ്ചിങ് വീഡിയോസ് ഇല്ലേ, അത് ലീ സ്റ്റോക്സിൽ തന്നെ കാണണം. ഇതിൽ നമ്മുടെ ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളും, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുടുംബകാര്യങ്ങളല്ല കേട്ടോ. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. അതും അങ്ങനത്തെ ബ്ലോഗായിരിക്കും നമ്മുടെ ഈ ചാനലിൽ വരിക. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനൽ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ അവിടെ പോയിട്ട് ടിജോനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ കാണാത്ത ആൾക്കാർ ടിജോനെ കണ്ടില്ല, ടിജോനെ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാം. അപ്പോൾ അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറമാൻ കാലിഫോർണിയയിൽ പോയിട്ട് ക്യാമറ ടെക്കൊക്കെ പഠിച്ച് വന്ന നമ്മുടെ ടിജ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടിജോ, നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ടിജോ, പെൺകുട്ടികളൊക്കെ ഇടിച്ചു വീഴ്ത്തോ? അപ്പോൾ ഇതാണ് നമ്മുടെ കാലിഫോർണിയയിൽ പോയിട്ട് ക്യാമറ പഠിച്ചിട്ട് വന്ന നമ്മുടെ ക്യാമറമാൻ ടിജോ. അപ്പോൾ ഞങ്ങൾ സച്ചിനെ പൊക്കാൻ പോയാലോ? ടിജോയ്ക്ക് അറിയത്തില്ല കേട്ടോ ബ്ലോഗ് തുടങ്ങിയ കാര്യം, നമ്മുടെ പേഴ്സണൽ ബ്ലോഗ് തുടങ്ങിയ കാര്യം.
ഇനിയിപ്പോൾ സച്ചിനെ പോയി സച്ചിൻ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. സച്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ടിജോനെ പിക്ക് ചെയ്തു. ഇനി നേരെ അങ്ങോട്ട് പോന്നു. മഴ അത്യാവശ്യം എന്നാ ഉണ്ടെന്ന് ചോദിച്ചാൽ മഴയാണ്. എന്താവും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പം നമുക്ക് നേരെ അവരെ പിക്ക് ചെയ്ത് ടിജോനെ പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പം എന്നാ ആള് നമ്മുടെ പുറകിലുണ്ട് സച്ചിൻ. ഓക്കെ, ഇപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ ചെല്ലുക. നമ്മൾ സാധാരണ നമ്മുടെ ലീ സ്റ്റോക്സിൽ കാണുന്ന പോലെ തന്നെ പുള്ളിക്ക് ചലഞ്ച് കൊടുക്കുക. ഇതെങ്ങനെയാണ് കേട്ടോ അവരുടെ വീട്. ഈ ബാക്ക് സൈഡ് അതാ ഇവിടെയാണ് വീട്. ഓക്കെ, അപ്പം നേരെ ചെല്ലുക. ഇതാണ് കേട്ടോ നമ്മുടെ പരിപാടി. എന്താവും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതല്ലേ ടീച്ചർ വഴി, ഈ വഴിയല്ലേ. അപ്പോൾ ചെന്നിട്ട് ഇനിയിപ്പം ബാക്കി ഫുൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ലീ സ്റ്റോക്സിലുണ്ടാവും. നമ്മുടെ സച്ചിൻ അഴിക്കുന്ന കാര്യങ്ങളെല്ലാം ലീ സ്റ്റോക്സിലുണ്ടാവും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എൻ്റർടൈൻമെൻറ്റ് ഞാൻ ടിജോ എവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തായിട്ട് വിളിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതല്ലേ. നമസ്കാരം. അപ്പോൾ അടുത്തുള്ള ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. സച്ചിൻ. ആ വീഡിയോ ഏകദേശം കഴിഞ്ഞു. അതിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ലീ സ്റ്റോക്സിൽ കയറി കണ്ടാലേ ആ വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഏത് ഡോഗ് ചലഞ്ചിൻ്റെ എന്തായി എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ഗരുഡാതിരി ഷാപ്പ് അല്ലേ ടീച്ചോ? ഗരുഡാതിരി ഷാപ്പിൽ പോയിട്ട് ഫുഡ് അടിക്കാം. കള്ള് കുടിക്കാനല്ല കേട്ടോ. കള്ള് കുടിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ മദ്യപാനമല്ല, മധുരക്കള്ള് കിട്ടാൻ കുടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടിജോയോട് അന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു നമ്മുടെ ഏതാണ് റോഡിൽ ഓടി അല്ലേ, ഒരു റോഡ് വീലറിന്റെ വീടെടുക്കാൻ പോയിട്ട് ഗഡാരി പോയി കള്ളുടിച്ച് മധുരക്കള്ളെന്ന് പറഞ്ഞ് കുടിച്ചാട്ടോ. എൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു ഒരു ദിവസത്തേക്ക്. എനിക്ക് വയറിളക്കം പിടിച്ച്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മൾ കള്ളു കുടിക്കാനല്ല പോകുന്നത്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, അതായത് പരിപാടി. ഇപ്പം ഇന്ന് വേറെ പ്രോഗ്രാമുകളൊന്നും നമുക്കില്ല. അപ്പം എന്താ പാലം പണിയല്ലേ, പാലം പണി സെറ്റപ്പ് ഉണ്ടോ ഇങ്ങനെ കേട്ടോ. പാലം പണിയുന്നത് ഞാൻ അതിലാണ് കാണുന്നത്. ഇങ്ങനത്തെ പരിപാടി പാലത്തിൻ്റെ മറ്റേ ആർച്ച് സെറ്റപ്പ് പണിയുന്ന സെറ്റപ്പാണിത്. അതിന് സെറ്റപ്പാണല്ലോ, എത്രങ്ങാനും കമ്പിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആലപ്പുഴയുടെ വശ്യ സൗന്ദര്യം ഇടുവല്ലേ, ഭയങ്കര വെള്ളമൊക്കെ കിടക്കുന്നു. ഇപ്പോൾ ഹൗസ് ബോട്ടും കൊണ്ടൊരു ഇവിടെ ഒക്കെ ചെയ്യോ, ഇവിടെ മൊത്തം പാലായതുകൊണ്ട് കാണുന്നില്ല. ഫുള്ള് ഹൗസ് ബോട്ട് കൊണ്ട് ചിരിയും കളിയാണ് അവിടെ മൊത്തം ഹൗസ് ബോട്ട്. അപ്പം ഇനി അതാണ് പരിപാടി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ട് മീൻസ് നമ്മളിങ്ങനെ നമ്മുടെ പ്രേക്ഷക ആള് പിന്നെ ഇവിടെ എവിടെയോ മാങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചീനെ കൂടെ കൂട്ടണം. ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ വരുമെങ്കിൽ ഞങ്ങൾ ചേച്ചീനെ കാണിക്കും. ചേച്ചിക്ക് താല്പര്യമില്ലേ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ പോയിട്ട് ചേച്ചിനെ പിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ആ ചേച്ചീൻ്റെ ഇപ്പോൾ നീച്ചിട്ടോ സ്കൂട്ടി പോകുന്ന ചേച്ചീൻ്റെ ചിലവ് വരാമെന്ന് പറഞ്ഞു. സംഭവം നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആലപ്പുഴ വിളിച്ചിട്ടോ. അപ്പോഴാണ് പറയുന്നത് എന്നാൽ നമുക്ക് എൻ്റെ വക ചിലവെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നേട്ടാ. ചേച്ചീൻ്റെ വകയാണ് നമുക്ക് ചിലവ്. ഇത് ചേച്ചീൻ്റെ നമ്മളെ കൊന്നു പോലെ വിളിക്കും ഉറപ്പ്. എന്നാ പോട്ടെ. ശശി മാത്രമല്ല സുഗുണനുമായി എന്ന് പറഞ്ഞാൽ ഇന്ന് ഷാപ്പ് എവിടെ ഇല്ലയെന്ന് പോലും. ഇന്നിവിടെ എത്തി, ഷാപ്പില്ല. ഇന്നെന്തോ എന്താ നായർ ജയന്തി എന്തോ ഒരു സംഭവം, അതുകൊണ്ട് ഷാപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഒരു സാധനം കണ്ടോ, ഭയങ്കര വൈകാനുണ്ടോ ഇവിടെ. അന്ന് ഞങ്ങൾ ഇന്നാളൊരു ദിവസം വന്നായിരുന്നു. അന്ന് വേനൽക്കാലമായിരുന്നു. അന്ന് കുറച്ച് വെള്ളമൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ വയലായിരുന്നു കേട്ടോ. ഈ വയലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കൂടുതൽ വെള്ളം കയറി മറ്റേ കായൽ പോലെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വയനാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇത് കാണുമ്പോൾ. ഞങ്ങളുടെ വെള്ളം ഉണ്ടെങ്കിലും ഇങ്ങനെ വെള്ളമൊന്നുമില്ല അവിടെ. ആകെ ഒരു കബരിപ്പുഴ മാത്രമേ ഉള്ളൂ. ആകെ കബരി നദി, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥലം. അവിടെ കിട്ടുന്ന ആകെ മീൻ എന്ന് പറഞ്ഞാൽ ആ കബരിപ്പുഴയിൽ കട്ട്ലയും റോഹും, അതും വളർത്തുന്ന മീൻ. ദേ ഒരു പ്രേക്ഷകൻ നമ്മളെ കണ്ടിട്ട് ഓണൊക്കെ അടിച്ച് ഇങ്ങനെ മനസ്സിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വശം കണ്ടിട്ട് ഓണൊക്കെ അടിച്ച്
എങ്ങനെ ഗ്ലാസ്സിനുള്ളിൽ പുള്ളി കണ്ടു എന്നാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു അത് തന്നെ എന്ത് വയനാട്ടില് ഇതുപോലെ ഈ പുഴയിലൊക്കെ ഈ കായലിലൊക്കെ ഇഷ്ടംമാതിരി മീനുണ്ടോ അവിടെ? എന്തൊക്കെ കണ്ടിട്ടുണ്ടാകുക? വരാലോ എന്തുണ്ടാകുക? വാഹയൊക്കെ ഉണ്ടോ? വാഹയുണ്ട്. വാഹയും മറ്റേ പൂമീനും വരാലും പരലും പാണമ്പള്ളത്തിയും അങ്ങനെയുള്ള സകല സാധനം ഉണ്ടാവും. വേറെ സാധനം ഉണ്ടാവും. എന്നിട്ട് ആണോ? ആണോ? നമുക്ക് വഴിയേ പോകുന്ന ചലഞ്ചൊക്കെ അയച്ചുപിടിക്കുന്ന സ്ഥിതിയല്ലോ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ അവിടുത്തെ വണ്ടി നമുക്ക് പെട്ടെന്ന് ഈ ക്ലാസ്സിൽ നോക്കിയാൽ മനസ്സിലാവുന്നില്ല. ഇവരെങ്ങനെ കണ്ടു എന്നാണ്. വണ്ടി നമ്പർ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളാണെങ്കിൽ തുടക്കം എനിക്ക് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ലീസ്റ്റോക്സ് കാറിന്റെ പുറകെ കുഞ്ഞിനായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതൊക്കെ പറിച്ചു കളഞ്ഞു. എന്നിട്ട് ആശാനെങ്കിലും മനസ്സിലായാലും എടുത്തില്ല. എന്തായാലും ഞങ്ങളിവിടെ ചേച്ചി പറഞ്ഞു ഇവിടെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു. ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊക്കെ പോവാറ് കേട്ടോ. തൽക്കാലം കള്ളുകൂടി ഞങ്ങൾ ഒഴിവാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ചു. എന്നെ വലിയ കുടീനായിട്ട് ചിത്രീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ടിജോ അടിക്കും കേട്ടോ. ടിജോ ഭയങ്കര അടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ മാല കടിക്കാരനല്ല കേട്ടോ. ടിജോ അച്ചായനാണ്. അച്ചായന്മാരടിയില്ലേ, ആ അടി ഉണ്ടെന്നാ പറഞ്ഞത് കേട്ടോ. ടിജോ പപ്പയോ അമ്മയോ എല്ലാവരും ഒരുമിച്ചിരുന്ന് കടിക്കും. മറ്റേ ക്രിസ്മസിനൊക്കെ ഇത് കോട്ടയംകാർ അച്ചായന്മാരുടെ രീതിയില്ല. ആ സാധനം കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് വെള്ളടിക്കാരെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ വെള്ളടിച്ച് പാള വെച്ച് പാമ്പ കിടക്കുന്നവരെ എല്ലാവർക്കും ചെറിയ സ്മോൾ ബഗ്ഗില്ലേ ആ സെറ്റപ്പ്. ഇത് നല്ല റോഡാട്ടോ ഈ റൂട്ട്. ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കേട്ടോ. നല്ല അടിപൊളി. ഇത് ചേച്ചിമാരൊക്കെ ചൂണ്ടെടുത്തു അവിടെ റോട്ടിൽ നിന്നിട്ട് ചൂണ്ടൊക്കെ എടുത്തു. വീഡിയോയിൽ കിട്ടിയ അറിയത്തില്ല. ഞാൻ വേണ്ടി സ്ലോ മോഷനിലാക്കി കാണിച്ചു തരാം കേട്ടോ. റോട്ടിലേക്ക് ഒന്ന് ചൂണ്ടെടുത്തു. ഇതാണ് നമ്മുടെ ചേച്ചി കേട്ടോ. ചേച്ചിയുടെ പേര് പുഷ്പ ചേച്ചി എന്ന് ഞാൻ പേര് സേവ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മളൊരു ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഷാപ്പിൽ പോയി. ഞങ്ങൾ ശശിയെ തിരിച്ചു വന്നു. ചേച്ചി പറഞ്ഞു ഈ ഹോട്ടലിൽ വരുന്ന ഇതൊരു ഹോട്ടലിൽ ചേട്ടൻ നമ്മളെ പരിചയപ്പെട്ടാലുണ്ട്. നേരത്തെ വന്ന് മിണ്ടിയിട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് അറിയാം? എന്തൊക്കെയാണ് ചേച്ചി? പ്രോൺസ്, ഇത് വരാല്, ഇത് ക്രാബ്, അത് മറ്റേ താറാവ്, ഇതായിരിക്കും താറാവ് അല്ലേ? ഇത് താറാവ്, അത് ക്രാബ്, ഇത് വരാല്, പിന്നെ കള്ളപ്പം, പിന്നെ റൈസ്. ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ചോറ് തീർന്നു പോയി. അപ്പോൾ ഞങ്ങളേ നമ്മുടെ വരാൽ അങ്ങോട്ട് ഓപ്പൺ ആക്കാം. ടീച്ചർ അടുത്തേക്ക് വന്നിട്ടോ. വരാലോടെ നോക്കട്ടെ. പാവം വരാലിനെ കാണുന്നില്ല. സംഭവം ഇതിനുള്ളിൽ വരാലുണ്ട് കേട്ടോ. അപ്പം ഇത്ര ഗ്രേവിയിലിങ്ങനെ ഇത്രയാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ കള്ളൊക്കെ കുടിക്കണമെന്ന് വിചാരിച്ച് വന്നിട്ട് അതെന്തായാലും ക്യാൻസലായി. അപ്പോൾ തൽക്കാലം ഞങ്ങൾ കള്ളപ്പം കൊട്ടി പരിപാടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ അത് കുഴപ്പമില്ല. ഇങ്ങനത്തെ ബൈഗോണി മതി. അപ്പോൾ ചിജോ, ചേച്ചി, ഞാൻ, അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇത് തീർക്കാനുള്ള ശ്രമമാണ്. തീരട്ടെന്ന് വിചാരിക്കുന്നു. തൽക്കാലേ ഇവരൊന്ന് കൊതിപ്പിക്കാം. അപ്പം ഇത് ഏത് സാധനം നമ്മുടെ ഇത് താറാവെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പ്രോൺസ്. തൽക്കാലം പ്രോൺസ് മാത്രം തിന്ന് കൊതിപ്പിക്കാം. ഓക്കെ. അത് രസമുണ്ട് കേട്ടോ. വരാലിനെ കാണുന്നില്ല. ഓക്കെ. ഇതാ വരാല് പൊടിച്ചത് ചൂടുണ്ട് കേട്ടോ. ആവി വറക്കുന്നുണ്ടല്ലേ? കേൾക്കാൻ ഞാൻ നിന്ന. ഓക്കെ തെറ്റ്. അപ്പം ഞങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാണാം. കഴിച്ചിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ടിജോനെ കൊണ്ടുപോയിട്ട് നമ്മൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇവന് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? കരുനാഗപ്പള്ളിക്ക്. അപ്പോൾ ഇവിടുന്ന് കരുനാഗപ്പള്ളിക്ക് എളുപ്പമാണ്. ഇപ്പോൾ ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്നത്തെ ഒരു അംഗമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ, നമ്മുടെ ചലഞ്ച് വീഡിയോ കുറച്ചുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇതിനായിട്ടും വേണ്ടി മാത്രം വന്നതുകൊണ്ട് ഇതായിട്ടങ്ങ് നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ പുതിയ വീഡിയോസ് നമ്മുടെ ലീസ്റ്റോക്സിൽ വരുന്നുണ്ടാവും. കൂടെ പുതിയ നമ്മുടെ
പേഴ്സണൽ ബ്ലോഗായിട്ടുള്ള കുറച്ച് വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളല്ല, ഇതിനേക്കാളും രസകരമായ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ബ്ലോഗിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് എടുത്തിടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മുടെ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ബ്ലോഗായിരിക്കും നമ്മുടെ ഈ ചാനലിൽ വരിക. പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് സെറ്റപ്പുകളൊക്കെ വരും. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ. നേരത്തെ പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ.